ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ശുദ്ധമുള്ള വലിയ നോമ്പിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളുടെ പുണ്യദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നാം ഓരോരുത്തരും ജീവിത വിശുദ്ധിയിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥനയുടെ നിറവിലും ജീവിക്കുവാൻ കരുതുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് അല്പസമയം ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ 13:45-46 വാക്യത്തിലൂടെ ഒന്ന് കടന്നുപോകാം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. നോക്കൂ പ്രിയരെ, സ്വർഗരാജ്യം അന്വേഷിക്കുന്നവൻ അതിന് സ്വന്തമാക്കുവാൻ തനിക്കുള്ളതൊക്കെയും ത്യജിച്ച യേശുവിനോട് കൂടെയുള്ള വാസമാണ് തനിക്ക് വിലയേറിയത് എന്ന് അറിഞ്ഞിരിക്കണം. എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുമെന്നോ യേശു നമ്മോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുതോ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും ഞാൻ വന്ന് നിങ്ങളെ ചേർത്തു. യോഹന്നാൻ ശ്ലീഹ 14:1-2-3 വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ ശീമോനും അന്ത്രയോസും യാക്കോബും യോഹന്നാനും കണ്ടുമുട്ടിയപ്പോൾ അവർക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അനുഗമിച്ചല്ലോ. യേശുവിനെ കണ്ട സക്കായി അന്യായമായി വാങ്ങിയതെല്ലാം തിരിച്ചു കൊടുത്തല്ല. ശൗലെന്ന വലിയ മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ പരീശഭക്തിയും അധികാര സീമുകളും വിട്ടിട്ടോ പൗലോസ് എന്ന ചെറിയവനായി കർത്താവിൻ്റെ സാക്ഷിയായല്ലോ. യേശുവാണ് വിലയേറിയ മുത്തോ, യേശു ഇരിക്കുന്നിടമാണ് സ്വർഗരാജ്യം. അതിനാൽ യേശു ഇരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമായിരുന്ന നാം ഏവരും ആ സ്നേഹവലയത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ സ്നേഹവാനായ പിതാവാം ദൈവം തൻ്റെ ഓമനപുത്രനെ കഷ്ടതയേൽപ്പാനും കുരിശുമരണം പ്രാപിപ്പാനും വിട്ടുകൊടുത്തല്ലോ. നാം ഏൽക്കേണ്ടുന്ന അടികളും വേദനകളും യേശുനാഥൻ നമുക്കായി ഏറ്റല്ലോ. തൻ്റെ പ്രാണൻ തന്ന് അവന് വിലയേറിയതായ നമ്മെ വീണ്ടെടുക്കുവാൻ വില നോക്കാതെ തന്നല്ലോ. ആയതിനാൽ പ്രതിസന്ധികളും പരീക്ഷകളും നമുക്കുണ്ടെങ്കിലും അത് ഏൽപ്പിക്കുന്ന വേദനകൾ തീവ്രമാണെങ്കിലും യേശുവാകുന്ന മുത്ത് നാമാകുന്ന മൺപാത്രങ്ങളിൽ നിക്ഷേപിച്ച് അത്യന്തം ശക്തിയാൽ നമ്മെ പൊതിയുമ്പോൾ വിലമതിക്കാനാകാത്ത ജീവൻ നിറഞ്ഞ മനോഹരങ്ങളായ ഫലങ്ങളായി പുറത്തു വരും. അപ്പോൾ അവൻ നമുക്കായി വിലയേറിയ സമ്മാനം നൽകും. അതിവിശിഷ്ടവും വിവിധങ്ങളുമായ മുത്തുകൾ കൊണ്ട് അലങ്കരിച്ച 12 ഗോപുരങ്ങളുള്ള മനോഹരമായ സ്വർഗരാജ്യം. ഈ വിലയേറിയ മുത്തിനെ സ്വന്തമാക്കുവാൻ, യേശുവാകുന്ന രക്ഷയെ കണ്ടെത്തുവാൻ ഈ പുണ്യദിനങ്ങളിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.